ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു 1.5 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡെറാഡൂൺ എത്തിയിട്ടോ. ഡെറാഡൂൺ കിടിലൻ ടൗൺ കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഡൽഹിനെക്കാട്ടി പോലെ ടൗൺ. അത്യാവശ്യം വൃത്തിയുണ്ട്, അത്യാവശ്യം ഹെവി ടൗൺ ആണ്. കുറേ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് കണ്ടു, അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മസൂരി. भैया मसूरी जाने के लिए इधर से बस मिलेगा ना? यहाँ से नहीं मिलेगी, आपको स्टेशन जाना पड़ेगा. हाँ क्या स्टेशन जाना पड़ेगा, स्टेशन. क्या स्टेशन? यहाँ रेलवे स्टेशन जाना पड़ेगा. ट्रेन नहीं, बस रेलवे स्टेशन का सामने है. हाँ सामने, सामने. ओके ओके, अच्छा अच्छा, ओके, थैंक यू भैया. कितना दूर है? यहाँ 5 नंबर विक्रम में बैठो भाई. हाँ बस में आगे वो चौक है. हाँ ओके ओके, 5 नंबर. 5 नंबर विक्रम बैठो, सीधा वही स्टेशन पर उतारे. ओके धन्यवाद. 15 रुपए लेगा. ऑटो में जाओगे तो 150-200 रुपए लेंगे. हाँ ओके भैया, ओके. അങ്ങനെ ഞങ്ങളിപ്പോൾ മസൂരിക്ക് വേണ്ട ടിക്കറ്റ് എടുത്തു. ഇത്രയായിരുന്നു ടിക്കറ്റ്? 160 രൂപ 2 പേർക്ക്. ഇവിടുന്ന് 30 കിലോമീറ്ററാണ്. ഇവിടുന്ന് 30 കിലോമീറ്റർ. ബസ് നമ്മൾ ടിക്കറ്റ് നമ്മളിവിടെ കൗണ്ടറിൽ പോയി എടുക്കണം, എന്നിട്ട് വേണം ബസ്സിൽ കയറാം. അപ്പോൾ സീറ്റ് എന്തായാലും ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ കാര്യമുള്ള ഫ്രണ്ട് സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ 1.5 മണിക്കൂർ അല്ലേ, ഒരു പണിപ്പുള്ളതായിരിക്കും. പക്ഷേ കയറ്റം പരിപാടിയായിരിക്കും ചിലപ്പോൾ. വേണ്ട ബസ് ചെറിയ ബസ്സാണ്. നമുക്ക് ലഗേജ് എന്തായാലും വെക്കാൻ പറ്റി, അതുകൊണ്ട് വലിയ കിട്ടല. इधर से कितना टाइम लगेगा भैया मसूरी? गाड़ी में लगेगा 6 घंटा. ऐसा वॉक करके जाएगा तो 1 घंटा लगेगा. पैदल में 1 घंटा, गाड़ी में 6 घंटा. ഇത്ര മണിക്കൂർ വണ്ടിക്ക് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ 6 മണിക്കൂറാണ്. നമ്മളിപ്പോൾ ആക്ച്വലി മസൂരിക്കുള്ള ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടായുള്ളൂ. പിന്നെ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാത്തത് ഗോപ്രോയുടെ ഓൾറെഡി ചാർജ് കുറവായിരുന്നു. പിന്നെ ഇവർ ഫുൾ ടൈം ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുക വണ്ടി, ഹെയർ പിന്നൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് വീഡിയോ എടുത്തതിന് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല റോഡാട്ടോ, നല്ല വീതിയുള്ള റോഡാണ്. വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട്. ഇപ്പോൾ മൊത്തം ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഋഷികേശ് കണ്ട പോലെയല്ല. നമ്മൾ നോർമൽ ഹിൽ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ലൈക്ക് ഫുൾ പൈൻ ട്രീസും കാര്യങ്ങളും മൗണ്ടൻസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ ഇപ്പോൾ വെയിലായതുകൊണ്ട് വലിയ അറിയുന്നില്ല. ഇനി ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. ഗൈസ്, ഞങ്ങൾ മസൂരി കണ്ടു തുടങ്ങി. കേട്ടോ, ആ ലോങ്ങിൽ കാണുന്നതാണ് മസൂരി. ഇവിടെ റോഡ് നോക്കിയേ, കബൂക്ക റോഡ് ഫുള്ള് പൊടിയാണേ. രസമുണ്ട് കാണാനായിട്ട്. ദൂരെ വെൽക്കം ടു ദ ക്യൂനോ ഫീൽഡ്സ് മുസോറി. കൊള്ളാം. ചൂടായിട്ടില്ല അല്ലേ? വെയിലിന് ചൂടുള്ളൂ, അല്ലെങ്കിൽ തണുപ്പാ. തണലത്തേക്ക് വരുമ്പോൾ അല്ലേ തണുപ്പുണ്ട്. അപ്പോൾ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ആ പിന്നെ ഇവിടെ വന്ന് വരുമ്പോൾ ആങ്ങൾ കാര്യം വെച്ചാൽ മൊത്തം കയറ്റാ അല്ലേ. പിന്നെ ഓട്ടോറിക്ഷ ഇല്ലെന്ന് തോന്നുന്നു, എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇത്രയും ടാക്സി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടൊരു ഓർമ്മയുണ്ടെങ്കിൽ ആരാ പറയുന്നത്. കാരണം നമ്മുടെ കൊടൈക്കനാലും ഇല്ലല്ലോ ഓട്ടോറിക്ഷ. ആ അങ്ങനെ നമ്മൾ ആദ്യമായി മുസൂറിയിലൂടെ നടക്കുന്നു. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ട്രൗസറും കൂടി ആയതുകൊണ്ട് എനിക്ക് നൈസായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്ളോഗിൽ കണ്ടിട്ടുള്ള സ്ഥലമാണ് ഞാൻ, ഒരുപാട്. എടാ ഇവിടെ വേർട്ടിക്കൽ ഗാർഡൻ വെച്ചേക്കണോ? എത്ര എണ്ണാന്ന് വേർട്ടിക്കൽ ഗാർഡൻ അല്ലേ, മറ്റേ ചെടി വെക്കണേ. പക്ഷെ അത് ചെടി ഫുള്ള് ചെടീൻ്റെ എന്ത് രസമായിരിക്കില്ലേ. പക്ഷെ എന്തോരാടാ പുള്ളി വെച്ചേക്കണേ. കോൺക്രീറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അതെ സത്യം. ഒരു കണക്കിന് നമ്മളിപ്പോൾ വന്നത് എവിടെയും വലിയ ക്രൗഡ് ഇല്ലാത്ത പോലത്തെ ടൈമാട്ടോ അല്ലേ. ഓവർ ക്രൗഡ് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ വന്നേക്കുന്നത്. ആ അതെ, ഇവിടെയും മെയിനായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരെ ഓൾട്ടോയ്ക്കാണ് ടാക്സി. ഒരുപാട് ടാക്സി ഉണ്ട് കേട്ടോ. ഇവിടെയും ഷോപ്പിംഗ് സ്ട്രീറ്റ് പരിപാടി തന്നെയാണ്. നല്ല രസമുണ്ട് ഈ സ്ഥലം. കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല അല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോലും നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. നോക്കണ്ടേ?
ഇവിടെ എന്തൊക്കെ കാണാണ്ടെന്ന് നമ്മൾ നോക്കിയില്ലല്ലോ. ആ സത്യം, ഞങ്ങൾക്ക് ആദ്യം ഈ ബാഗൊന്ന് വെച്ചിട്ടേ ഒന്ന് റിലാക്സ് ആവണം. ഇതെനിക്ക് വേണം സെന്ററാണല്ലേ. ആ ഹോട്ടലിനെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ കാണാനായിട്ട്. ആ ഓൾമോസ്റ്റ് ഒരു ഷിംലയുടെ ഒക്കെ ഒരു ടൈപ്പ്. പക്ഷെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ അറവായിരിക്കും. ഇവിടെ എല്ലാം ഉണ്ട്, അതാ പറഞ്ഞേ, ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് എന്തായാലും ജാക്കറ്റ് മേടിക്കേണ്ട ഒരു പരിപാടി നടക്കുന്നില്ല. ഞങ്ങൾ ആ ബസ്സിൽ വരുമ്പോൾ വിചാരിച്ചതേ അല്ല കേട്ടോ. നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. നൈസ് തണുപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ മസൂരി എത്തി, റൂം എടുത്തു. പറയുന്നത് വിചാരിക്കരുത്, അന്യായ തണുപ്പാ. അതെ ഞങ്ങൾ ഇത്ര ദിവസം ഋഷികേശം ഇതേറെ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇതുണ്ടല്ലോ, ഇതൊരുമാതിരി കുണ്ടി പൊളി തണുപ്പാ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എനിക്ക് ജാക്കറ്റ് വേണ്ടി, കാരണം നാളെ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംഗ്രി എന്ന് പറഞ്ഞ വില്ലേജാണ്. അത് അവിടെ -2 to -9 അപ്പോൾ ജാക്കറ്റ് ഇല്ലെങ്കിൽ മരിച്ചു പോകും. ബട്ട് മസൂറി കിടിലൻ സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. പക്ഷെ ഒരു രക്ഷയില്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ മസൂറിയത്തെ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടി ഇറങ്ങിക്കോട്ടോ. ലൈക്ക് കിടിലൻ ഫുൾ ഷോപ്പിംഗ് സ്ട്രീറ്റ് പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളി സ്ട്രീറ്റാണ്. അപ്പോൾ നമ്മളിത് ഇതൊക്കെ എൻജോയ് വേണ്ടി പോകാം. എനിക്ക് ആത്മാർത്ഥട്ടോ തണുപ്പ് അങ്ങനെ ഉണ്ട്. നമ്മൾ ഇത്ര ദിവസം വന്നാല് അല്ലേ, കീട് തണുപ്പ്. അതായത് ഒരു പട്ടി ഷോയും കാണിക്കാനില്ല, ഒന്നുമില്ല. കണ്ടോ, ഇത് ഞങ്ങൾ ലാസ്റ്റ് കാശ്മീർ പോയപ്പോ മേടിച്ച ഗ്ലൗസാ. ഇത്ര അതെ സത്യം, കീടിലെ തണുപ്പ്. ഫസ്റ്റ് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അല്ലേ ജാക്കറ്റ് മേടിക്കണം. അങ്ങോട്ടോ ഇത് ആക്ച്വലി മസൂറിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ത്യന്ന് തോന്നുന്നില്ല അല്ലേ. കാരണം ഇപ്പൊ ഇന്ത്യന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇന്ത്യന്റെ പുറത്ത് കുറെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളവിടെ പോയിട്ടില്ല, പക്ഷെ ഇന്ത്യന്ന് തോന്നുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ട ഇന്ത്യ നമുക്ക് തോന്നുന്നില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ പരിപാടി, ഇവിടുത്തെ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഗൈസ് ഞങ്ങളിപ്പോൾ തണുത്ത് കുറച്ച് നടക്കാട്ടോ, പക്ഷേ സ്ട്രീറ്റ് ചുമ്മാ ഫുൾ ഓൺ സ്ട്രീറ്റാണ് ആക്ച്വലി. എനിക്കൊരു ജാക്കറ്റ് മേടിക്കണം. എൽബി നമുക്ക് കൂടെ ജാക്കറ്റ് വെക്കാലോ. ഇവിടെ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വിൻ്റർ ജാക്കറ്റ്സ് ഒക്കെ ക്ലിയറൻസ് ആട്ടോ. ഒന്ന് നോക്കി നോക്കട്ടെ ഗൈസ്. ആക്ച്വലി മസൂർ അടിപൊളി കേട്ടോ, അന്യായ തണുപ്പാണ്. ലൈക്ക് അന്യായ തണുപ്പെന്ന് പറയുന്നത് കാരണം ഞങ്ങളിപ്പോൾ ഹരിദ്വാർ ഋഷികേശ് നിന്നപ്പോൾ തണുപ്പ് ഉണ്ടായിരുന്നില്ല എന്നല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പായിരുന്നു. പക്ഷെ ഇത് അൺസൈക്കബിൾ ആണ്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ മെയിൻ മോൾ റോഡോട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ജാക്കറ്റ് മേടിക്കണം. ബട്ട് ദ പ്ലേസ് ഇസ് ജസ്റ്റ് ഓസം. ലൈക്ക് ഈ മോൾ റോഡിന്റെ ചില പോയിന്റ്സ് നമുക്ക് കാണുമ്പോൾ ഒരു ഫോറിൻ കൺട്രി പോലൊക്കെ തോന്നും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ഫോറിൻ കൺട്രി പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളൊക്കെ എങ്ങനെയാ കഴിച്ച് ഈ പാവാടി നടക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മള് ഒരാൾ കളിയാക്കല്ലോ, പക്ഷെ നമുക്ക് നല്ല തണുക്കുണ്ട്. അതായത് തണുപ്പെന്ന് വെച്ചാൽ ഒന്നുമേ കുത്തി കയറുന്ന തണുപ്പല്ലേ, ഭയങ്കര കുത്തി കയറുന്ന തണുപ്പാട്ടോ ഇവിടെ. പക്ഷെ ലൈക്ക് നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം ഈ മാർച്ച് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓഫ് സീസൺ ആണ്. ഓവർ ക്രൗഡ് ഇല്ല, റൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബെസ്റ്റ് റേറ്റിന് കിട്ടും. ലൈക്ക് ഇപ്പോൾ തണുപ്പാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. നമ്മൾ 2-3 ദിവസമായി നോൺ വെജ് എന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നോൺ വെജാണ് നോക്കുന്നത്, എന്താ ചിക്കനോ കാര്യങ്ങളൊക്കെ കഴിക്കണം. ഗൈസ് മൂക്കൊക്കെ ഒലിക്കുക അല്ലേ, നല്ല തണുപ്പാ. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല തണുപ്പ് വെച്ചാൽ ഞങ്ങൾ ലൈക്ക് ലാസ്റ്റ് കാശ്മീർ പോയപ്പോൾ ഓൾമോസ്റ്റ് എക്സ്ട്രീം വിന്ററിൽ വരെ പോയിട്ടുണ്ട്. അതെ, പക്ഷെ ഇത്ര തണുപ്പില്ല. പക്ഷെ മസൂറി ഈസ് ലൈക്ക് ദ ഫക്കിംഗ് ചിൽ ബ്രാഡിഷ്. ഒന്നും പറ്റണില്ല സംസാരിക്കാൻ. ഞങ്ങൾ ജാക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് എടുക്കണം. ഞങ്ങൾ ചിക്കൻ കിട്ടാൻ വേണ്ടി ആറ്റുനോറ്റ് വന്നാ കേട്ടോ. വയറിറച്ച് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഗായ്സിയുടെ ഫുഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഓവർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇത്ര ഹിൽ ടോപ്പിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഋഷികേശും ഹരിദ്വാറും കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. ലൈക്ക് ഇവിടെ ആരും ചെരുപ്പൊന്നും ഇട്ട് പോകുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമാണ് ചെരുപ്പിട്ട് പോകുന്നത്. തണുപ്പെന്ന് വെച്ചാൽ ലൈക്ക് എക്സ്ട്രീമാണ്.
ഞങ്ങൾ നാളെ പോകുന്നത് മോസ്റ്റ് എക്സ്ട്രീം ആണ്. പക്ഷെ അല്ല ലൈക്ക് എക്സ്ട്രീം തണുപ്പുണ്ടെന്ന് പറയാം. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു 1-2 ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ റേറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കയറി വയറ് നോക്കി കഴിക്കാന്ന് വെച്ചിട്ടാണ്. അത് വെജാ, തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഞങ്ങളിവിടെ ഒരുപാട് ഹോട്ടൽസ് നോക്കി, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചൊരു ഹോട്ടലാണ് ഹൈദരാബാദ് ബിരിയാണി ഇടുന്നത്. ഇതിന് 150 രൂപയുടെ ചാർജ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്, ഓവനിലെ ചൂടാക്കിയതാ. കഴിക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട് ഗൈസ്. എത്ര 2, 3, 4 ദിവസത്തിന് ശേഷമാണ് ചിക്കൻ കഴിക്കുന്നത്. കുറെ ദിവസം ശേഷം നോൺ വെജ് ഫ്ലേവർ കിട്ടണമെന്നാണെന്ന് അറിയില്ല. രസമുണ്ട്, കുറച്ച് സാൾട്ട് അധികമാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ കേട്ടോ.